ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JhillMill. ലാസ്റ്റ് വീക്ക് കുറച്ച് ബിസി ആയിരുന്നു. നമ്മൾ റൂം ഷിഫ്റ്റിംഗ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടാസൽ കീ ചെയിൻ ട്യൂട്ടോറിയലുമായിട്ടാണ്. ഇത് ബാഗ്സിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹാങ്ങിങ് കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് ഈ കീ ചെയിൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 എംബ്രോയ്ഡറി നൂലുകൾ എടുത്തിട്ടുണ്ട്, പിന്നെ 2 സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ തീമിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് മെറ്റൽ റിങ്സ് എടുത്തിട്ടുണ്ട്. ചെറിയ റിങ്സാണ്. നമ്മൾ ഹാങ്ങിങ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതും കീ ചെയിനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചെറിയ റിങ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 ടൈപ്പ് കീ ചെയിൻ്റെ ഹാങ്ങിങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റിങ്, കീ ചെയിൻ്റെ റിങ് മാത്രമായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കോപ്പർ വയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് സാധാ നൂലിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആദ്യം തന്നെ നമുക്ക് ടാസിൽസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പം ഇവിടെ യെല്ലോ കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ 3 വിരലിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ വിരലിന് ചുറ്റും, അതായത് നമ്മുടെ ഈ 3 വിരലിന് ചുറ്റുമായിട്ട് ഈ നൂലിങ്ങനെ ചുറ്റിയെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 100 ടൈംസ് ചുറ്റുന്നുണ്ട്. നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടേ അതനുസരിച്ച് നമുക്ക് ചുറ്റിയെടുക്കാവുന്നതാണ് ഈ നൂല്. കുറച്ചധികം തിക്നെസ് വേണമെങ്കിൽ കുറച്ചധികം ചുറ്റിയെടുക്കുക, കുറവ് മതിയെങ്കിൽ അതനുസരിച്ച്. പിന്നെ ഞാൻ ഇനി ഇവിടെ കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. കോപ്പർ വയർ നമുക്ക് എത്രയാണോ നമ്മൾ ഹാങ്ങിങ്സിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ചുള്ള നീട്ടത്തിൽ കോപ്പർ വയർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചുറ്റിയെടുത്തിരിക്കുന്നതിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അടുത്ത സൈഡ്, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കെട്ടിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും നമ്മൾ സെയിം കളർ നൂല് വെച്ച് ഈ രീതിയിൽ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ടാസലിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ നൂലും കറക്റ്റായിട്ട് വരണം എന്നില്ല, ചിലത് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാം കറക്റ്റ് ലെവലിൽ സെയിം ആയിട്ട് വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടാസൽസ് ഒരുവിധം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബീഡ്സൊക്കെ കോർത്ത് കൊടുക്കാം. ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് കോർത്ത് കൊടുക്കാം. കളർ കോമ്പിനേഷൻസ് നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ബീഡ്സ് നിങ്ങൾക്ക് കോർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സിൽവറും ഗ്രീനും യെല്ലോ ഒക്കെ ആയിട്ടുള്ള, പിന്നെ കുറച്ച് പോംപോംസ് കുറച്ചും കൂടി ഈ ടാസൽ കീ ചെയിൻ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി പോംപോംസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് കളറാണോ ഉദ്ദേശിക്കുന്നത് അതിലുള്ള പോംപോംസും ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാം. ഈ പോംപോംസ് കയറുന്നതിന് വേണ്ടി ഞാൻ സൂചി കോർത്ത് കൊടുക്കുന്നുണ്ട് ഈ വയറിലേക്ക്, അല്ലെങ്കിൽ അത് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ബീഡ്സും ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടാസലിലേക്ക് ബീഡ്സും പോംപോമും ഒക്കെ കോർത്ത് കൊടുത്തു. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മെറ്റൽ റിങ് ഉണ്ടല്ലോ കണക്ട് ചെയ്യാൻ വേണ്ടി, ആ റിങ്ങും ഈ വയറിലേക്ക് കണക്ട് ചെയ്ത് വയർ നല്ല ടൈറ്റായിട്ട് ഈ റിങ്ങിലോട്ട് കെട്ടി ഈ രീതിയിൽ കൊടുക്കണം. അങ്ങനെ നമ്മൾ കീ ചെയിനിന് ആവശ്യമുള്ള ഒരു ഹാങ്ങിങ് റെഡിയാക്കി. ഇനി നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ വേറൊരു ഹാങ്ങിങ് കൂടി റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ കളർ ചേഞ്ചിൽ, അതായത് നമ്മൾ യെല്ലോ ടാസലിൽ ചെയ്തു, ഇനി ഗ്രീൻ ടാസലിലും ആ സെയിം രീതിയിൽ തന്നെ ഒരെണ്ണം ചെയ്തെടുത്തു. ഇനി നമുക്ക് 2 ചെറിയ ഹാങ്ങിങ്സും കൂടി വേണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ 3 വിരലിലാണ് നൂല് ചുറ്റിയെടുത്തത്. ഇപ്പോൾ നമ്മൾ 2 വിരലിലാണ് നൂല് ചുറ്റിയെടുക്കുന്നത്. ആ സെയിം രീതിയിൽ തന്നെ നമ്മൾ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുക. പിന്നെ നേരത്തെ ഹാങ്ങിങ്ങിൻ്റെ ലെങ്ത്തിനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറവിലാണ് നമ്മൾ ചെറിയ ഹാങ്ങിങ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ബീഡ്സും പോംപോംസും യൂസ് ചെയ്താൽ മതി. ഇനി ഫൈനലി നമ്മൾ ആ റിങ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഈ സെയിം രീതിയിൽ തന്നെ ഗ്രീൻ കളർ ടാസൽസ് യൂസ് ചെയ്ത് ചെറിയ ഹാങ്ങിങ്ങും ചെയ്തെടുക്കുക. അങ്ങനെ 4 ടാസൽസാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആ 4 ടാസൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കീ ചെയിൻസ് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 ടൈപ്പ് കീ ചെയിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റിങ് എടുത്തിട്ടുണ്ട്. ആ റിങ്ങിലേക്ക് ഈ 2 കീ ചെയിൻസും കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഈ 2 എണ്ണം വേണം എന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം ആയാലും മതി. ഏതാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ അത് ചൂസ് ചെയ്താൽ മതി.
എന്നിട്ട് നമ്മൾ ഈ റിങ്ങിലേക്കാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ടാസിൽസ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. റിങ്സിൻ്റെ ഓപ്പണിംഗ് ഈ റിങ്ങിലോട്ട് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. കൈവച്ച് പ്രസ് ചെയ്താൽ തന്നെ അത് ക്ലോസ് ആയി കിട്ടും. ഇൻ കേസ് അത് എളുപ്പമല്ലെങ്കിൽ നമുക്കൊരു പ്ലെയർ യൂസ് ചെയ്ത് ആ റിങ് ക്ലോസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സാറ്റിൻ റിബൺ ഇതിലോട്ട് കണക്ട് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഈ റിബൺ നമ്മൾ റിങ്ങിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തുമ്പത്തൊന്ന് ലൈറ്റർ വെച്ചൊന്ന് ചൂടാക്കുക. എന്നിട്ട് അത് മടക്കി ഈ റിബണിലേക്ക് ഈ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ സെയിം രീതിയിൽ നമ്മൾ അടുത്ത റിബണും, അതായത് ഗ്രീൻ കളർ റിബണും ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റു ഹാങ്ങിങ്സ് ഹാങ് ചെയ്തിരിക്കുന്നത് പോലെ ഈ റിബണും ഇതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അതനുസരിച്ച് റിബൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നല്ല ഭംഗിയിലാക്കുക. ഫൈനലി നമ്മുടെ ടാസൽ കീ ചെയിൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഭംഗിയുള്ളതും എങ്കിൽ അട്രാക്റ്റീവും ആയിട്ടുള്ള ഒരു കീ ചെയിനാണ്. ഈ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ബാഗിൽ ഹാങ് ചെയ്യാനും ഈവൻ വാനിറ്റി ബാഗ്സിലും ഹാങ് ചെയ്യാനും നല്ല ഭംഗിയുള്ള ഒരു കീ ചെയിനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. താങ്ക്